നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തൊട്ടുപിന്നാലെ നെതർലൻഡ്സ് വ്യക്തമാക്കി, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഈ രാജ്യത്ത് കാലുകുത്തിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു തുടർന്ന് നെതർലൻഡ്സിൻ്റെ പ്രഖ്യാപനം. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിക്കുക മാത്രമല്ല, കോപം കൊണ്ട് ജ്വലിക്കുകയാണിപ്പോൾ ഇസ്രായേൽ. 2 ആഴ്ച മുൻപ് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ ഇസ്രായേലി പൗരന്മാർക്ക് നേർക്ക് നടന്ന ആക്രമണം. ശക്തമായ പ്രതികരണമാണ് ഇസ്രായേൽ നടത്തുന്നത്. നെതർലൻഡ്സ് എന്ന രാജ്യത്തെ ലോകത്തിന് നഷ്ടമായിരിക്കുന്നു. ആംസ്റ്റർഡാമിൽ ഇസ്രായേലി പൗരന്മാരുടെ വംശഹത്യയ്ക്ക് ഒരുങ്ങിയവരെ ഇപ്പോൾ ന്യായീകരിക്കുകയാണ് നെതർലൻഡ്സ് ഭരണകൂടം. പകരം ഇസ്രായേലികളെ അവർ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് അന്ന് യഹൂദന്മാരെ രക്ഷിക്കാനിറങ്ങിയ ധീരന്മാരുടെ നാടായി നെതർലൻഡ്സ് അറിയപ്പെട്ടിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നീതിയുള്ളവർ എന്നാണ് അന്നവർ വിശേഷിപ്പിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് കുടിയേറ്റക്കാർ ആ രാജ്യത്തെ നശിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ആ കുടിയേറ്റക്കാർ നെതർലൻഡ്സിനെ തകർക്കുക മാത്രമല്ല, തങ്ങളുടെ കാൽ കീഴിലാക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ആംസ്റ്റർഡാമിലെ പ്രധാന തെരുവുകളിൽ വലിയ പ്രകടനങ്ങൾ നടന്നിരുന്നു. പലസ്തീൻ അനുകൂല സംഘടനകളാണ് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമൊക്കെ നടത്തിയത്. അവരെ തടയാൻ ഭരണകൂട പോലീസിന് ഭയമാണ്. മുസ്ലിം ഭീകരതയുടെ നിയമവിരുദ്ധ പ്രതിഷേധമാണ് ഇപ്പോൾ നെതർലൻഡ്സിൽ അലയടിക്കുന്നത്. ഭരണകൂടം അവർക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. നെതർലൻഡ്സിന് സ്വന്തം രാജ്യത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത്. മതഭ്രാന്തിൽ ഒരു കൂട്ടം പലസ്തീൻ കലാപകാരികൾ നടത്തിയ യഹൂദവിരുദ്ധ നടപടിക്ക് ഇതുവരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ല. ഇതിൽ നിന്ന് നെതർലൻഡ്സ് ഒന്നും പഠിച്ചില്ല എന്ന് വ്യക്തമാണ്. ആംസ്റ്റർഡാം മേയറും പോലീസുമൊക്കെ ഇപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളുടെ ഡച്ച് സുഹൃത്തുക്കൾ ഞങ്ങൾക്കയക്കുന്ന നിരവധി മെസ്സേജുകളുണ്ട്. അവർ പറയുന്നു, ഞങ്ങളുടെ ചിന്തകളും ഹൃദയങ്ങളുമൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്. ഇതിനി നമ്മുടെ ഹോളണ്ടല്ല, നമ്മുടെ നാശം തേടിയ അറബ് രാജ്യങ്ങളുടെ മേൽ നാം വിജയിച്ച 6 ദിവസ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന് ലോകമെമ്പാടും ലഭിച്ച ആലിംഗനത്തെയും സ്നേഹത്തെയും കുറിച്ച് ഈ സന്ദേശം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാനായി അന്ന് അറബ് രാജ്യങ്ങൾ നയിച്ച യുദ്ധം, അന്ന് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് നെതർലൻഡ്സ് എന്ന രാജ്യമായിരുന്നു. ഇന്നും ഇസ്രായേൽ സ്നേഹത്തോടെ അക്കാര്യങ്ങൾ ഓർത്തുവെക്കുന്നു. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ആക്രോശം മുഴക്കി ഇപ്പോൾ ആംസ്റ്റർഡാമിലെ നിരത്തുകളിൽ പലസ്തീനികൾ നിരന്നിരിക്കുന്നു. അവർ ഇസ്രായേലികളെ കണ്ടാൽ കൊല്ലുമെന്ന ഭയപ്പെടുത്തലാണ്. ഏറെ വൈവിധ്യമാർന്ന വിശ്വാസങ്ങളും ജീവിത രീതികളുമൊക്കെ അനുവദിച്ച ഒരു ഭരണക്രമമാണ് നെതർലൻഡ്സിൻ്റേത്. ഒരു കോസ്മോപൊളിറ്റൻ ആശയം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ലക്ഷക്കണക്കിന് മുസ്ലിം കുടിയേറ്റക്കാർ ആ രാജ്യത്തേക്ക് കടന്നു കയറി. ഇതോടെ കുറ്റകൃത്യങ്ങളും അക്രമങ്ങളുമൊക്കെ വർദ്ധിച്ചുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരിൽ ചിലർ ഡച്ച് പാരമ്പര്യങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ നെതർലൻഡ്സിൻ്റേത് ഒരു പുതിയ സംസ്കാരമാണ്. അത് കുടിയേറിയ ഭീകര സംസ്കാരമായി അധംപതിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നു. ഫുട്ബോൾ മത്സരം കാണാനെത്തിയ ഇസ്രായേലി ആരാധകർക്ക് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ തുടർന്നാണ് നെതർലൻഡ്സ് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചത്. പിന്നീട് ഇസ്രായേലിനെതിരെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ ഇസ്രായേലി പൗരന്മാർക്ക് നേരെ നടത്തിയ കൊടും ക്രൂരതയുടെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടും നെതർലൻഡ്സ് ഭരണകൂടം പറയുന്നത് കലാപകാരികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന തൊടുന്യായം. പിന്നീട് പിടികൂടിയ എല്ലാ ക്രിമിനലുകളെയും ഡച്ച് പോലീസ് വിട്ടയക്കുക കൂടി ചെയ്തപ്പോൾ ഇസ്രായേൽ കോപം കൊണ്ടു ജ്വലിച്ചു. ഇസ്രായേൽ പൗരന്മാരുടെ വംശഹത്യയ്ക്ക് ഇറങ്ങിയ കലാപകാരികളെ ആദ്യം ഡച്ച് ഭരണകൂടം തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് കലാപത്തിന് ആക്കം കൂട്ടിയത് ഇസ്രായേലികളുടെ ചില പെരുമാറ്റ രീതികളാണ് എന്നുവരെ അവർ പറഞ്ഞു വെച്ചു. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത് ചെറിയ തലത്തിലല്ല. ഡച്ച് ദിനപത്രമായ ദ ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഇസ്രായേലി പൗരന്മാരെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയപ്പോൾ അതിനെ തിരുത്താനോ കലാപകാരികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനോ പോലീസിന് കഴിഞ്ഞില്ല. പകരം മാധ്യമങ്ങൾ പറഞ്ഞത് അക്രമത്തിൻ്റെ ഉത്തരവാദികൾ പോലീസുകാരാണ്, പോലീസിൻ്റെ വീഴ്ചയാണ് അക്രമങ്ങൾക്ക് കാരണമെന്ന്. യഹൂദർ ഇരകളാണ് എന്ന വാദം നിരസിച്ചുകൊണ്ട് ഇപ്പോഴും പലസ്തീനികൾ തെരുവുകളിൽ ഇസ്രായേലിനെതിരെ കൊലവിളി നടത്തുന്നു. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ എങ്ങനെ നെതർലൻഡ്സിന് കഴിയുന്നുവെന്നതാണ് ഇസ്രായേലിൻ്റെ ചോദ്യം. അക്രമാസക്തമായ ഒരുപിടി സംഭവങ്ങൾക്ക് ശേഷം ആംസ്റ്റർഡാം മേയർ ഫെംക ഹെൽസമ പ്രതിഷേധം നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി.
എന്നാൽ പ്രതിഷേധക്കാർ ഈ ഉത്തരവിന് പുല്ലുവിലയാണ് കൊടുത്തത്. ഉത്തരവിറങ്ങി 2 ദിവസത്തിന് ശേഷം അതിശക്തമായ ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടന്നു. കലാപകാരികളെ തടയാൻ പോലീസിന് പോലും കഴിഞ്ഞില്ല. വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർ യഹൂദരാണോ എന്നറിയാൻ അവരെ തടഞ്ഞു നിർത്തി അവരുടെ പാസ്പോർട്ടുകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ പലസ്തീൻ അനുകൂലികൾ. ഇതൊക്കെ എങ്ങനെ ആ രാജ്യവും പോലീസും അനുവദിച്ചു കൊടുക്കുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ ചോദ്യം. ആംസ്റ്റർഡാമിൽ അരാജകത്വം നിലനിൽക്കുന്നു എന്നത് വ്യക്തമാണ്. അതിന് ഉത്തരവാദികൾ ഭരണകൂടം തന്നെ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധിയെ തുടർന്ന് വിവിധ ലോകരാജ്യങ്ങൾ വ്യത്യസ്ത തലങ്ങളിലാണ് പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ പൂർണ്ണമായി ഞെട്ടിച്ചിരിക്കുന്നു. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന സൂചനകൾ ബ്രിട്ടൻ കൂടി നൽകിയതോടെ അമേരിക്ക പോലും അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നിൽക്കുന്നു. ബ്രിട്ടനും ഫ്രാൻസുമൊന്നും ഇന്നലെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ബ്രിട്ടൻ പിന്നീട് വിശദീകരിച്ചത്. അയർലൻഡ് ഒരു പടി കൂടി കടന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു തങ്ങളുടെ രാജ്യത്തെത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് കട്ടയ്ക്ക് പറഞ്ഞു. വ്യത്യസ്തമായ നിലപാടെടുത്തത് ഹംഗറി എന്ന രാജ്യം. ഈ വിധിയെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഇസ്രായേലിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. നെതന്യാഹുവിനോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധിക്ക് പുല്ലുവിലയാണ്. തികച്ചും സുരക്ഷിതമായി ഞങ്ങളുടെ രാജ്യത്തേക്ക് നെതന്യാഹു വരണമെന്നതാണ് ഹംഗറിയുടെ ആവശ്യം. ബ്രിട്ടനിലെത്തുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന സൂചന ബ്രിട്ടൻ എന്ന രാജ്യം നൽകുമ്പോൾ എത്രമാത്രം തകർന്നു പോയിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ ഗതി എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ബ്രിട്ടനെയും മറ്റ് ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ഒക്കെ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നെതർലൻഡ്സിൽ പ്രകടമാകുന്നതും. ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് ഇക്കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അതും വിചിത്രമായ ചില ന്യായവാദങ്ങൾ ഉയർത്തി. കരീം അഹമ്മദ് ഖാൻ എന്ന പാക് വംശജനായ പ്രോസിക്യൂട്ടറാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇത്തരമൊരു ഹർജി കൊടുത്തത്. അന്താരാഷ്ട്ര നിയമവും രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. ശക്തമായ നിലപാടുമായി അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന കാഴ്ച മറുവശത്ത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ പരിഹാസവിധി തങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്. മുൻപ് ഇസ്രായേലിൻ്റെ നേർക്ക് ഒരു ആയുധ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ഇക്കുറി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി പുറത്തു വന്നതിന് ശേഷം ഫ്രഞ്ച് തങ്ങളുടെ നിലപാട് പൂർണ്ണമായി വ്യക്തമാക്കിയില്ല. എങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ആദ്യ പ്രതികരണമാണ് ഫ്രാൻസ് നടത്തിയത്. അറസ്റ്റിലേക്ക് നീങ്ങുന്ന നടപടികളൊന്നും ഫ്രാൻസ് കൈക്കൊള്ളില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും കരുതുന്നു. ഇന്ന് ഇസ്രായേൽ ഫ്രാൻസിനോട് പറഞ്ഞു, നിങ്ങൾ മുൻകൈയെടുത്ത് വേണമെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്തൂ. അതിന് അമേരിക്ക നിങ്ങൾക്കൊപ്പമുണ്ട്. കാനഡ, ബെൽജിയം, സ്പെയിൻ, ഓസ്ട്രിയ, ഫിൻലൻഡ്, പോർച്ചുഗൽ, നെതർലൻഡ്, സ്ലൊവേനിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു. എന്നാൽ ഹംഗറി, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ ആ ഉത്തരവ് പൂർണ്ണമായും കാറ്റിൽ പറത്തി. തങ്ങൾ ഇസ്രായേലിനൊപ്പം എന്ന കട്ട നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെയും ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് ആക്രമണങ്ങൾ നടത്തി. വടക്കൻ ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള തൊടുത്തത് 80 റോക്കറ്റുകൾ. നിരവധി ആളില്ലാ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും അവർ നടത്തി. മറുപടി ആക്രമണം അതിശക്തമായിരുന്നു. ബെയ്റൂത്തിൽ നിരവധി കേന്ദ്രങ്ങളാണ് ഇന്നലെ ഒരൊറ്റ ദിവസം ഇസ്രായേൽ തകർത്തെറിഞ്ഞത്. സമാനതകളില്ലാത്ത ആക്രമണം അങ്ങ് സിറിയയിലും തുടർന്നു. സിറിയയിൽ തങ്ങിയിരുന്ന ഹിസ്ബുള്ള കമാൻഡറെ ഇസ്രായേൽ സേന വധിച്ചു. ബെയ്റൂത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ പോർജെറ്റുകൾ ഇന്നലെ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ നടത്തി. തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തൊടുത്ത മിസൈൽ ലോഞ്ചറുകൾ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളൊക്കെ അവർ ബോംബിട്ട് തകർത്തു. ഒരു അന്താരാഷ്ട്ര കോടതിയുടെയും ഉത്തരവിന് തങ്ങൾ വില കൽപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്രായേൽ മറുവശത്ത് ഗസ മുനമ്പിലും ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നു. അക്ഷരാർത്ഥത്തിൽ ലെബനനിലും സിറിയയിലുമൊക്കെ ഇപ്പോൾ തീമഴ പെയ്യുകയാണ് ഇസ്രായേൽ. ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണാധികാരി എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന നെതന്യാഹു മറുവശത്ത് തങ്ങളെ എതിർക്കുന്ന, പരസ്യമായി വെല്ലുവിളിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുന്നു. ഞങ്ങൾ ലോകത്തിനു വേണ്ടിയാണ് പൊരുതുന്നത്. ഭീകരതയെ തുടച്ചു നീക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനിടയിൽ ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഒപ്പം അമേരിക്കയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
Podcast.